ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എഡ്യൂമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ സയൻസ് പ്രഷർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ചാപ്റ്റർ 3 പ്രഷർ. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ടറി പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിനകത്ത് ഒരു ലോറി വരുന്നുണ്ട്. ഒരു ലോഡുള്ള ലോറിയാണ്. ആ ലോറിയുടെ സൈഡിൽ ഒരു യാത്രക്കാരൻ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദ റോഡ് അഹെഡ് ഈസ് മഡി, ദ ലോറി വിൽ ഗെറ്റ് സ്റ്റക്ക്. മുന്നോട്ടുള്ള വഴി മണ്ണ് നിറഞ്ഞതാണ്, അപ്പോൾ ലോറി സ്റ്റക്കാകും. അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, ഒരു വുഡൻ പാനൽ വെച്ച് കഴിഞ്ഞാൽ, ഒരു വുഡൻ പ്ലാങ്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ലോറി സ്റ്റക്കാകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്തുകൊണ്ടാണ് വുഡൻ പാനൽ, ഒരു മരത്ത കഷ്ണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റക്കാവാതെ ലോറി സ്മൂത്തായി പോകാൻ സാധിക്കുന്നത്? ഇതിനെപ്പറ്റിയുള്ള നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റ്സിലൂടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വൈ ഡിഡ് ദ ഡ്രൈവർ കമൻറ്റ് ലൈക്ക് ദിസ്? വി ഹാവ് ലേൺഡ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ്. ദ എർത്ത് എക്സേർട്ട് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ഓൺ ഓൾ ഒബ്ജക്ട്സ്. ഇപ്പം നമ്മൾ പല ടൈപ്പിലുള്ള ഫോഴ്സസ് പഠിച്ചിട്ടുണ്ട്. ഭൂമി എല്ലാ വസ്തുക്കളിലും ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. അതാണ് വെയിറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. That is the weight of the object. Let's now have a look at the figure given below, in which same weight is applied in two different ways. ഇനി താഴെ നമുക്ക് കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരേ വെയിറ്റ് എങ്ങനെയാണ് പല രീതിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. A cement brick is placed vertically and then horizontally on a sponge. In both cases, does the weight of the brick remain the same? Are the compressions on the sponge equal? അപ്പോൾ നമുക്ക് ഒരു ബ്രിക്ക്, ആ സെയിം ബ്രിക്ക് തന്നെ വെർട്ടിക്കലായിട്ട് നീളത്തിലും വട്ടത്തിലും വെച്ചിട്ടുണ്ട്. വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും, തിരശ്ചീനമായും ലംബമായും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ വെച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് ആ സ്പോഞ്ചിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് എന്നാണ്. ആ കംപ്രഷൻ, ചുളിവുകൾ, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് മൂലം ആ താഴ്ന്നു പോകുന്ന ആ ഭാഗം അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദ വെയിറ്റ് ഓഫ് ദ ചൈൽഡ് റിമൈൻസ് ദ സെയിം വെദർ ദേ സ്റ്റാൻഡ് ഓർ ലൈ ഇൻ ദ മാട്രസ്, യെറ്റ് ദ മാട്രസ് ഈസ് കംപ്രസ്ഡ് മോർ വൈൽ സ്റ്റാൻഡിങ്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഇപ്പോൾ ഒരു കുട്ടി ഒരു ബെഡിൽ നിൽക്കുന്നുണ്ട്, അതുപോലെ കിടക്കുന്നുമുണ്ട്. അപ്പോൾ കിടക്കുമ്പോൾ ആ ബെഡിൽ ചുളിവുകളോ കുഴിവുകളോ ഇല്ല, പക്ഷെ നിൽക്കുമ്പോൾ ആ നിന്ന ഭാഗം കുഴിഞ്ഞു പോകുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ആ ബ്രിക്കിൻ്റെ കേസിലും. ബ്രിക്ക് തിരശ്ചീനമായിട്ട് അല്ലെ വെർട്ടിക്കലായിട്ട് വെക്കുമ്പോഴത്തേക്കും അത് കുഴിവ് കൂടുതലാണ്, ഹൊറിസോണ്ടലി വെക്കുമ്പോൾ കുഴിവില്ല. എന്തുകൊണ്ടായിരിക്കും ഇത് എങ്ങനെ സംഭവിക്കുന്നത്? നമുക്കിനി ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. Fix a single nail on the cardboard as shown in the figure and place a balloon on top of it. Place a small weight on the balloon. Does the balloon burst? അപ്പോൾ ഇനി പറഞ്ഞിരിക്കുന്നത്, ഒരു ചെറിയ ആണി എടുക്കുക, ഒരു ആണി എടുത്ത കാർഡ്ബോർഡിൽ അടിക്കുക, എന്നിട്ട് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ബലൂൺ അതിൻ്റെ മേലെ വെക്കുക, ബലൂണിൻ്റെ മേലെ ഒരു വെയിറ്റ് വെക്കുക. ഇപ്പോൾ എന്ത് സംഭവിക്കും? ബലൂൺ പൊട്ടുമോ ഇല്ലയോ? ബലൂൺ തീർച്ചയായിട്ടും പൊട്ടും അല്ലേ? കാരണം ആ നെയിലിൻ്റെ അറ്റമുള്ള കൂർത്ത സ്ഥലം ബലൂണിൽ മുട്ടുമ്പോൾ, ബലൂൺ പ്രസ്സാകുമ്പോൾ, നെയിലിലേക്ക് പ്രസ്സാകുമ്പോൾ പൊട്ടിപ്പോകും. നൗ നെയിൽ മൾട്ടിപ്പിൾ പിൻസ് വെരി ക്ലോസ് ടു ഈച്ച് അതർ ആസ് ഷോൺ ദ സെക്കൻഡ് ഫിഗർ. പ്ലേസ് ദ സെയിം വെയിറ്റ് ഓൺ ടോപ്പ് ഓഫ് ദ ബലൂൺ. ഒബ്സർവ് ദ റിസൾട്ട്. റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ ബിലോ. അപ്പം നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നമ്മൾ അടുത്ത ഒബ്സർവേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കുറച്ചധികം നെയിലുകൾ, ആണികളെടുത്ത് കാർഡ്ബോർഡിൽ തറയ്ക്കുക. എന്നിട്ട് ഇതുപോലെ സെയിം ബലൂൺ എടുത്ത് മേലെ വെക്കുക, ബലൂണിൻ്റെ മേലെ ഒരു വെയിറ്റ് വെക്കുക. എന്ത് സംഭവിക്കും? ബലൂൺ പൊട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പൊട്ടാത്തത്? അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നമുക്ക് താഴത്തെ ഒരു ടേബിളുണ്ട്, ആ ടേബിളിൽ എഴുതി നോക്കാം. എന്തൊക്കെയായിരിക്കും? ബ്രിക്ക് ഓൺ എ സ്പോഞ്ച്. ഇപ്പോൾ സ്പോഞ്ചിൽ വെച്ചിരിക്കുന്ന ബ്രിക്കിൻ്റെ കേസാണ് ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത്. വെൻ പ്ലേസ്ഡ് വേർട്ടിക്കലി. ഇപ്പോൾ വേർട്ടിക്കലായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട്, അതായത് ബെഡും ഈ സ്പോഞ്ചും ഈ ബ്രിക്കും തമ്മിലുള്ള ആ സർഫസ് കോണ്ടാക്റ്റ്, രണ്ടും തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന ഭാഗമുണ്ടല്ലോ, അത് ലെസ്സാണോ മോറാണോ? ചെറിയ സ്പേസ് ആണല്ലേ അത് ലെസ്സാണ്. കോണ്ടാക്റ്റ് ചെയ്യുന്ന സർഫസ് ലെസ്സാണ്. അപ്പോൾ അവിടെ നമ്മൾ ലെസ് എഴുതുക. വെൻ പ്ലേസ്ഡ് ഹൊറിസോണ്ടലായിട്ട് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു ഏരിയ കൂടുതലാണ്, സർഫസ് ഏരിയ കൂടുതലാണ്. അപ്പോൾ ഒബ്സർവേഷൻ എന്താണ്? ലെസ് ആകുമ്പോൾ കംപ്രഷൻ കൂടുതലും, മോർ ആകുമ്പോൾ കംപ്രഷൻ കുറവുമാണ് നമുക്ക് ആ പിക്ചറിൽ കാണാൻ സാധിക്കുന്നത്. ചൈൽഡ് ഓൺ ദ മാട്രസ്. ചൈൽഡ് ഒരു
ബെഡിൻ്റെ മേലിൽ ഒരു കുട്ടി കയറി നിൽക്കുന്നത്. വൈൽ സ്റ്റാൻഡിങ്, നിൽക്കുമ്പോൾ എന്താണ് വരുന്നത്? സർഫസ് ഏരിയ കുറവാണ്, കാലുകൾ മാത്രമാണ് ബെഡിൽ ടച്ച് ആകുന്നത് അല്ലേ, അപ്പോൾ സർഫസ് ഏരിയ കുറവാണ്. കിടക്കുമ്പോഴോ ആ ഫുൾ ബോഡി നമുക്ക് ടച്ച് ആകുന്നുണ്ട്, അപ്പോൾ സർഫസ് ഏരിയ കൂടുതലാണ്. അപ്പോൾ കംപ്രഷൻ കുറവ് വരുന്നത് എപ്പോഴാണ്? സർഫസ് ഏരിയ കൂടുമ്പോൾ. കംപ്രഷൻ കൂടുതൽ വരുന്നത്, കുഴിവുകൾ കൂടുതൽ വരുന്നത് സർഫസ് ഏരിയ കുറവാകുമ്പോഴാണ്. ഇനി അടുത്തത് ബലൂൺ ഓൺ ദി നെയിൽ വെൻ യൂസ് എ സിംഗിൾ പിൻ. ആ സിംഗിൾ പിൻ, ഒരു പിന്ന് മാത്രമാണ് യൂസ് ചെയ്യണമെങ്കിലോ സർഫസ് ഏരിയ കുറവാണ്. ആ ഒരു പിന്നിൻ്റെ അറ്റം മാത്രമേ ഉള്ളൂ സർഫസ് ഏരിയ, അപ്പോൾ അത് കുറവാണ്. കംപ്രഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. വെൻ യൂസിങ് മൾട്ടിപ്പിൾ പിൻസാണ് യൂസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? കംപ്രഷൻ കുറവായിരിക്കും, സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ. ഇനി അനാലിസ് ദ ടേബിൾ. ഈവൻ വെൻ സെയിം ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഇൻ ഈച്ച് കേസ് ദ റിസൾട്ട് വാരി ഡിപ്പെൻഡിങ് ഓൺ ദ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ഇൻ കോണ്ടാക്ട്. അപ്പോൾ ഒരേ പോലത്തെ ബലമാണ് നമ്മൾ പ്രയോഗിക്കുന്നതെങ്കിലും സർഫസ് ഏരിയ വ്യത്യാസപ്പെടുന്ന അനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? അതിനകത്തുള്ള കംപ്രഷൻസിന് വ്യത്യാസം ഉണ്ടാകും അല്ലേ. കോണ്ടാക്റ്റുള്ള സർഫസ് ഏരിയക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ് എത്ര അപ്ലൈ ചെയ്താലും, സെയിം ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്താലും അതിൻ്റെ കംപ്രഷൻസിന് വ്യത്യാസം ഉണ്ടാകും. ദിസ് വേരിയേഷൻ ഇസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ പ്രഷർ. ഈ വേരിയേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പ്രഷറിന് ഡിഫറൻസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് എ ഫോഴ്സ് ആക്ടിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഒരു ബലമാണ് പ്രഷർ എന്ന് പറഞ്ഞാൽ. നമ്മളൊരു യൂണിറ്റ് ഏരിയ, ഒരു സ്ക്വയർ ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന ബലത്തിനാണ് പ്രഷർ എന്ന് പറയുന്നത്. ഫ്രം ഹിയർ ഓൺ ഐ വിൽ ബി ദ വൺ ഹു റീച്ച് ഫസ്റ്റ്, ജസ്റ്റ് വാച്ച്. അപ്പോൾ ഒരു താറാവ് ഒരു കോഴിയും കൂടിയുള്ളൊരു മാച്ച് നടക്കുകയാണ്. അപ്പോൾ താറാവ് പറയാണ്, ഞാൻ ഇനി അങ്ങോട്ടുള്ള ദൂരം ഞാനായിരിക്കും നന്നായിട്ട് പോവുക, ഞാനായിരിക്കും ഫസ്റ്റ് എത്തുക എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണത്? സോ ഫാർ ഐ ഹാവ് റൺ എഹെഡ് ആൻഡ് വൺ, ഐ വിൽ വിൻ അഗെയിൻ. ഇപ്പോൾ കോഴി പറയുകയാണ്, ഇത്രയും നേരം ഞാനല്ലേ കൂടുതൽ ദൂരം ഏറ്റവും നന്നായിട്ട് ഓടിയത്, വേഗത്തിൽ ഓടിയത്, അപ്പോൾ ഇനിയും ഞാൻ തന്നെ ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും താറാവ് അങ്ങനെ പറഞ്ഞത്? ഇനി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ചെളി നിറഞ്ഞതാണ്. അപ്പോൾ കാല് നമ്മൾ ചവിട്ടുമ്പോൾ കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, നമ്മൾ പ്രഷർ കൂടുതൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. താറാവിൻ്റെ കാലുകൾ പരന്നതായതുകൊണ്ട് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് എന്താണ്? കൂടുതലാണ്. കോഴിയുടെ കാല് പരന്നതല്ല, അതുകൊണ്ട് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കുറവാണ്. അതുകൊണ്ടാണ് താറാവ് അങ്ങനെ പറയാൻ കാരണം. ഹൂ വിൽ വിൻ ദ റേസ്? റൈറ്റ് യുവർ ഒപ്പീനിയൻ. അപ്പോൾ ആരായിരിക്കും റേസ് ജയിക്കുക? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഡക്ക് വിൽ വിൻ, വെബ്ഡ് ഫീറ്റ് ആണ് മോർ സർഫസ് ഏരിയ. അപ്പോൾ കോഴിനെക്കാട്ടിലും കൂടുതൽ സർഫസ് ഏരിയ കാലുകൾക്ക് ഉള്ളത് ഡക്കിനാണ്, അപ്പോൾ ഡക്കായിരിക്കും ജയിക്കുക എന്നാണ് ഞാൻ അഭിപ്രായം എഴുതിയിരിക്കുന്നത്. മെഷർമെൻറ്റ് ഓഫ് പ്രഷർ. സീ ദ ഫിഗർ 3.5 of two concrete slab placed in sand. Each of them is made of cubes weighing 18 Newton fixed together. The area of one side of the cube is 0.36 meters square. See figure 3.6. Referring to the figures, complete the following table. അപ്പോൾ നമുക്ക് ഒരു ക്യൂബ് തന്നിട്ടുണ്ട്. ഈ ക്യൂബിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 18 ന്യൂട്ടൺ ആണ്, 18 ന്യൂട്ടൺ ആണ് വെയ്റ്റ്. ഇതിൻ്റെ സർഫസ് ഏരിയ, ഒരു വശത്തെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 0.36 മീറ്റർ സ്ക്വയർ ആണ്. ഇനി നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ട് രീതിയിൽ ഈ ക്യൂബ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ അറേഞ്ച്മെൻറ്റ് നോക്കൂ. ആദ്യത്തെ അറേഞ്ച്മെൻറ്റിൽ 4 ക്യൂബ് ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഫിഗറിൽ എങ്ങനെയാണ്? ഒരു ക്യൂബ് താഴെ വെച്ചിട്ട് ആണ് അതിൻ്റെ മേലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന റിസൾട്ട്? അപ്പോൾ ആ ടേബിൾ എന്താണെന്നൊന്ന് നോക്കാം. ടേബിളിൽ നമുക്ക് എഴുതിയിരിക്കുന്നത് മെഷർമെൻറ്റ്സ് സ്ലാബ് 1 സ്ലാബ് 2 എന്നാണ്. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഫോഴ്സ് അപ്ലൈഡ് ഓൺ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സാണ് പ്രഷർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ എത്രയാണ് തന്നിട്ടുള്ളത്, ഫോഴ്സ് എത്രയാണ് തന്നിട്ടുള്ളത്, അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സാൻഡ് ഇൻ ഫസ്റ്റ് സ്ലാബ്. ആദ്യത്തെ സ്ലാബിൽ 4 കട്ടകളുണ്ട്. അപ്പോൾ ഒരു കട്ടയുടെ ഫോഴ്സ് എന്ന് പറയണത് 18 ന്യൂട്ടൺ ആണ്. അപ്പോൾ 4 കട്ടയുടെ ഫോഴ്സ് എത്രയായിരിക്കും? 72 ന്യൂട്ടൺ ആണ്. 18 × 4 ചെയ്താൽ 72 കിട്ടും. ആ 72 ന്യൂട്ടൺ ആണ് 4 കട്ടകളുടെ
വെയിറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ ഫിഗറിൽ ഒരു കട്ടയേ ഉള്ളൂ, സർഫസ് ഏരിയ താഴെ മുട്ടിയിരിക്കുന്ന ഒരു കട്ടയേ ഉള്ളൂ. അപ്പോൾ ഒരു കട്ടയുടെ വെയിറ്റ് എത്രയാണ്? 18 ന്യൂട്ടനാണ്. ഇനി സർഫസ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ്, എത്ര ക്യൂബുകളാണ് താഴെ മുട്ടിയിരിക്കുന്നത്? ഫസ്റ്റ് ഫിഗറിൽ 4 ക്യൂബുകൾ അല്ലേ. അപ്പോൾ അത് 0.36 ഇൻറ്റു 4 ചെയ്യണം. അപ്പോൾ 1.44 മീറ്റർ സ്ക്വയർ കിട്ടും. ഇനി രണ്ടാമത്തേനകത്ത് ഒരു കട്ടയാണ് താഴെ മുട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കട്ടയുടെ മാത്രം എഴുതിയാൽ മതി, 0.36 മീറ്റർ സ്ക്വയർ. ഇനി ഫോഴ്സ് എക്സ്പീരിയൻസ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഫോഴ്സ് എക്സ്പീരിയൻസിന് യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അത് പ്രഷറാണ് അല്ലേ. അപ്പോൾ ആ പ്രഷർ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എത്രയാണ്? 72 ന്യൂട്ടൺ. ബൈ ഏരിയ എത്രയാണ്? 1.44 മീറ്റർ സ്ക്വയർ. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലാബിൻ്റെയും ചെയ്യുക. 18 ന്യൂട്ടൺ ഡിവൈഡ് ബൈ 0.36 മീറ്റർ സ്ക്വയർ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് രണ്ടിലും 50 ന്യൂട്ടനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏരിയ വലുതാണെങ്കിലും ഏരിയ ചെറുതാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് എന്താ കിട്ടുക? 50 ന്യൂട്ടൺ തന്നെയാണ് കിട്ടുന്നത് അല്ലേ. പ്രഷർ ഓൺ ദ സാൻഡ് ഈസ് സെയിം ഇൻ ബോത്ത് കേസസ്. രണ്ട് കേസിലും അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് സെയിം ആണ്. When the force and area increases proportionally, the pressure remains the same. ഇതിനകത്ത് ഏരിയ കൂടുന്നതനുസരിച്ച് ആ ഫോഴ്സും കൂടിയിട്ടുണ്ട് അല്ലേ. ഏരിയയും ഫോഴ്സും കൂടിയത് കൊണ്ടാണ് പ്രഷർ സെയിം ആയിട്ട് നിന്നത്. പ്രപ്പോർഷണലായിട്ട് രണ്ടും കൂടിയിട്ടുണ്ട്. 4 സ്ലാബിൻ്റെ ഏരിയ വന്നപ്പോൾ 4 സ്ലാബിൻ്റെ ന്യൂട്ടൺ നമ്മളെടുത്തു അല്ലെ, വെയിറ്റ് നമ്മളെടുത്തു. അതുപോലെ ഒരു സ്ലാബിൻ്റെ ഏരിയ വന്നപ്പോൾ ഒരു സ്ലാബിൻ്റെ വെയിറ്റ് എടുത്തുള്ളൂ. അതുകൊണ്ടാണ് രണ്ടിലും പ്രഷർ സെയിം ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ സർഫസ് ഇസ് കോൾഡ് ത്രസ്റ്റ്. അപ്പോൾ ത്രസ്റ്റ് എന്താണ്? നോർമലി ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. നോർമലി ഒരു സർഫസിൽ എത്ര ഫോഴ്സ് ഉണ്ടോ അതാണ് ത്രസ്റ്റ്. നെക്സ്റ്റ് വി ഹാവ് ഫൗണ്ട് the force acting normally per unit area. This is pressure. Let us now write an equation for pressure. പ്രഷറിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം. If pressure is denoted by P, പ്രഷറിനെ P എന്നും thrust by F എന്നും ഏരിയനെ A എന്നുമാണ് കാണിക്കുന്നതെങ്കിൽ പ്രഷർ is equal to thrust by area, that is F by A. What would be the unit of pressure? പ്രഷറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ത്രസ്റ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടനും ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയറും ആണെങ്കിൽ പ്രഷറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? പാസ്കലാണ്. നൗ ഫൈൻഡ് ഔട്ട് ദ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ എബോവ് സ്ലാബ്സ് ഓൺ ദ സാൻഡ്. ഇനി നമുക്ക് മേലെ കൊടുത്തിരിക്കുന്ന സ്ലാബുകളുടെ പ്രഷർ എത്രയാണ് എക്സൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ അപ്പോഴേ കണ്ടുപിടിച്ചായിരുന്നു. നമ്മൾ വെയിറ്റ് ബൈ ഏരിയ കണ്ടുപിടിച്ചു. എത്ര വെയിറ്റാണ്, ഇത്ര ബലമാണ് കൊടുത്തത്, അത് ബൈ ഏരിയ, ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ നമ്മൾ ചെയ്തു. അപ്പോൾ അത് 50 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കിട്ടിയത്. രണ്ട് സ്ലാബിൻ്റെ നമുക്ക് എന്ത് കിട്ടി? 50 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് കിട്ടിയത്. നെക്സ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അനലൈസ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ കോൺക്രീറ്റ് ബ്ലോക്ക് വെയിങ് 100 ന്യൂട്ടൺ ഈസ് പ്ലേസ്ഡ് ഓൺ സാൻഡ് ഇൻ 3 ഡിഫറെൻറ്റ് വേസ് ആസ് ഷോൺ ഇൻ ഫിഗർ 3.7. അപ്പോൾ 3 രീതിയിൽ ഒരു കോൺക്രീറ്റ് സ്ലാബിനെ വെച്ചിരിക്കുന്നതാണ്. ഫസ്റ്റ് ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഏരിയ കൂടുതലാണ്, ഏരിയ ഈസ് മോർ. സെക്കൻഡ് വൺ സൈഡ് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ മീഡിയം ഏരിയയാണ്. നെക്സ്റ്റ് വൺ ഏറ്റവും ചെറിയ സൈഡാണ് സാൻഡിൽ ടച്ച് ചെയ്തിരിക്കുന്നത്, അപ്പോൾ സ്മോൾ ഏരിയയാണ്. അപ്പോൾ ഇത് 3 നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇൻ വിച്ച് പൊസിഷൻ വിൽ ദ ഹയസ്റ്റ് പ്രഷർ ബി എക്സർട്ടഡ് ഓൺ ദ സാൻഡ്? ഇതിൽ ഏത് പൊസിഷനിലായിരിക്കും കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്തിരിക്കുന്നത്? തേർഡ് പൊസിഷൻ, അതായത് ലീസ്റ്റ് ഏരിയ ആണ്. അവിടെ സർഫസ് ഏരിയ ലീസ്റ്റ് ആണ്. സോ മോർ പ്രഷർ വിൽ ബി ഇൻസേർട്ടഡ്. പി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ. അപ്പോൾ ഏരിയ കൂടിയാൽ പ്രഷർ കുറയും, ഏരിയ കുറഞ്ഞാൽ പ്രഷർ കൂടും. അതാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. വിച്ച് പൊസിഷൻ വിൽ കോസ് ദ കോൺക്രീറ്റ് ബ്ലോക്ക് ടു സിങ്ക് ഡീപ്പർ ഇൻ ടു ദ സാൻഡ്? വൈ? ഇതിലേത് പൊസിഷനിലാണ് ഏറ്റവും കൂടുതൽ? So which position will cause the concrete block to sink deeper into the sand?
Why? Third position, area is inversely proportional to pressure. When thrust remains constant, the pressure is inversely proportional to the surface area. This means when the surface area increases, the pressure decreases and vice versa. അപ്പോൾ സർഫസ് ഏരിയ കൂടിയാൽ പ്രഷർ കുറയും, സർഫസ് ഏരിയ കുറഞ്ഞാൽ പ്രഷർ കൂടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. Now you can explain the reason why the driver commented as the lorry would not get stuck in the mud if a wooden plank is put. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഡ്രൈവർ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന്. ഒരു മരക്കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റുമെന്ന് ഡ്രൈവർ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഏരിയ കൂടിയാൽ പ്രഷർ കുറയും, ഏരിയ കുറഞ്ഞാൽ പ്രഷർ കൂടും. നെക്സ്റ്റ്, നൗ ട്രൈ ടു ലിഫ്റ്റ് യുവർ സ്കൂൾ ബാഗ് ബൈ tying it with a thin twine. How do you feel? What if you lift it using a wide strap as shown in the figure? Can you explain the difference by relating its area to pressure? ഏരിയ ഇൻക്രീസ് ആകുമ്പോൾ നമുക്ക് പ്രഷർ കുറയും. സോ വലിയ സ്ട്രാപ്പുള്ള ബാഗാണ് നമ്മൾ ഇടണമെങ്കിൽ നമ്മുടെ ഷോൾഡറിലുള്ള വെയിറ്റ് ആ ഒരു പ്രഷർ ഫീലിംഗ് കുറയും. അതുകൊണ്ട് ഏരിയ ഇൻക്രീസസ്, പ്രഷർ ഓൺ ദ ഷോൾഡർ വിൽ ഡിക്രീസസ്. സിമിലർലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ ഇൻ ദ ഫിഗർ, സജസ്റ്റ് മോർ സച്ച് സിറ്റുവേഷൻസ്. പിന്നെ താഴെ 2-3 പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൽ എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. The edge of a knife is made thinner. The wheel of bulldozers are connected by wide chain. Dancing on iron nails, sleeping on a bed of nails. High heels, flat heels. Using stylus and finger on touch screen. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സിറ്റുവേഷൻസ് 3 എണ്ണമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സിറ്റുവേഷൻസ് ഞാനും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സർഫസ് ഏരിയയും പ്രഷറും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെത്. ഇപ്പോൾ ഹൈ ഹീൽസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇംപ്രഷൻസ് കൂടും, നമ്മൾ ചവിട്ടുമ്പോൾ മണ്ണിലേക്ക് താഴ്ന്ന പോലെ കൂടുതലായിരിക്കും. ഫ്ലാറ്റ് ഹീൽസ് ആണെങ്കിൽ ആ നമ്മുടെ ബോഡി വെയ്റ്റ്സ് ഈക്വലായിട്ട് ഷെയർ ചെയ്യും, അതുകൊണ്ട് ആ പ്രഷർ കുറവായിരിക്കും. യൂസിങ് സ്റ്റൈലസ് ആൻഡ് ഫിംഗർ ഓൺ ടച്ച് സ്ക്രീൻ. ടച്ച് സ്ക്രീനിൽ നമ്മൾ സ്റ്റൈലസ് ആണ് ഉപയോഗിക്കണമെങ്കിൽ ചെറിയ പോയിൻ്റ് ടിപ്പായിരിക്കും, അപ്പോൾ ആ പ്രഷർ കൂടുതലായിരിക്കും, ഡാർക്കായിട്ടുള്ള റൈറ്റിങ്സ് വരും. ഫിംഗറാണ് യൂസ് ചെയ്യണമെങ്കിൽ പ്രഷർ കുറവായിരിക്കും, സർഫസ് ഏരിയ കൂടുതലായത് കാരണം. ഇനി ബുൾഡോസേഴ്സിൻ്റെ വൈഡ് ചെയിൻസ്, അതെന്തുകൊണ്ടാണ് ചെയിൻസ് ഇട്ടിരിക്കുന്നത്? സർഫസ് ഏരിയ കൂടുതലാകാൻ വേണ്ടി, അത് മണ്ണിൽ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രഷർ അപ്പോൾ കുറവായി മണ്ണിൽ താഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രഷർ കുറയാൻ വേണ്ടിയിട്ടാണ് വൈഡ് ചെയിൻസ് ഇട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ലിക്വിഡ് പ്രഷർ. ഡു ഓൺലി സോളിഡ്സ് എക്സേർട്ട് പ്രഷർ? കാൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് എക്സേർട്ട് പ്രഷർ? ഇപ്പോൾ ഈ സോളിഡിന് മാത്രമേ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ലിക്വിഡ്സിനും ഗ്യാസസിനും പ്രഷർ ഉണ്ടാകുമോ? ഉണ്ടാകും. ലെറ്റ് us try the activity given below. Tie a polythene cover tightly around your hand as shown in the figure. Dip your hand into a bucket of water. Does the cover stick to your hand? This happens due to the pressure exerted by the water on the polythene cover. റൈറ്റ്. സോ നമ്മൾ ഒരു പോളിത്തീൻ കവർ കയ്യിൽ കെട്ടുക, വെള്ളത്തിൻ്റെ ബക്കറ്റിൽ ഡിപ്പ് ചെയ്യുക. ഇപ്പോൾ എന്ത് സംഭവിക്കും? ഈ കവറെല്ലാം നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ആവും. എന്തുകൊണ്ടാണിത്? ബിക്കോസ് ആ കവറിലേക്ക് ഈ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ദസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ജസ്റ്റ് ലൈക്ക് സോളിഡ്സ്, ലിക്വിഡ് ക്യാൻ ഓൾസോ എക്സേർട്ട് പ്രഷർ. അപ്പോൾ ഇത് സോളിഡിനെ പോലെ തന്നെ ലിക്വിഡിനും എന്തുണ്ട്? പ്രഷർ എക്സേർട്ട് ചെയ്യാൻ കഴിവുണ്ട്. ലിക്വിഡ്സ് എക്സേർട്ട് പ്രഷർ ഓൺ ഓൾ സൈഡ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ കണ്ടെയ്നറിൻ്റെ ഏത് പാത്രത്തിലാണോ അത് എടുത്തിരിക്കുന്നത് ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എന്ത് എക്സേർട്ട് ചെയ്യും? പ്രഷർ എക്സേർട്ട് ചെയ്യും. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ലിക്വിഡ് പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ? പിന്നെ ലിക്വിഡ് പ്രഷർ എന്തൊക്കെ ഫാക്ടേഴ്സാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ലിക്വിഡ് പ്രഷറിനെ സഹായിക്കുന്നത്? ലെറ്റ് us do the following activity. Normal force exerted by a liquid is called thrust. സാധാരണ ഒരു ലിക്വിഡ് ആ ഒരു കണ്ടെയ്നറിൻ്റെ എല്ലാ ഭാഗത്തേക്കും പ്രയോഗിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു ബലമുണ്ട്, അതാണ് ത്രസ്റ്റ്. ദ ത്രസ്റ്റ് ദാറ്റ് a liquid exert per unit is called the liquid pressure. അപ്പോൾ ആ ത്രസ്റ്റ്, ഒരു യൂണിറ്റ് ഭാഗത്തേക്ക് പ്രയോഗിക്കുന്ന ത്രസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. അടുത്ത ആക്ടിവിറ്റിയാണ് മേക്ക് എ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് എ പ്ലാസ്റ്റിക് ബോട്ടിൽ. ക്ലോസ് ദ ഹോൾ ആൻഡ് ഫിൽ ദ ബോട്ടിൽ വിത്ത് വാട്ടർ. ഓപ്പൺ ദ ഹോൾ ആൻഡ് ഒബ്സർവ് ദ വാട്ടർ ജെറ്റിംഗ് ഔട്ട്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് ബോട്ടിൽസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസ്. അപ്പോൾ നമ്മളിത് എപ്പോഴും ചെയ്യാറുള്ളതാണ് അല്ലേ? ഒരു ബോട്ടിൽ എടുക്കുക, പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, അതിലൊരു ഹോൾ ഉണ്ടാക്കുക, വെള്ളം നിറയ്ക്കുക, ഈ ഹോൾ തുറക്കുക. അപ്പോൾ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക? വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇഫ് ദ ഫോഴ്സ് ഓഫ് വാട്ടർ jetting out is greater, wouldn't the pressure also be greater? അപ്പോൾ ഫോഴ്സ്
വെള്ളത്തിൻ്റെ പുറത്തേക്കുള്ള ആ ചാട്ടത്തിൻ്റെ ഫോഴ്സ് കൂടുതലാണെങ്കിൽ പ്രഷർ എങ്ങനെയായിരിക്കും? പ്രഷറും കൂടുതലായിരിക്കും. പ്രഷർ കൂടുതലുള്ളപ്പോഴാണ് വെള്ളം പുറത്തേക്ക് സ്ട്രോങ് ആയിട്ട് ജെറ്റ് ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ സ്ട്രീം വെൻ ദ വാട്ടർ ലെവൽ ഡിക്രീസസ്? വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ആ പുറത്തേക്കുള്ള ജെറ്റിങ്ങിൻ്റെ പ്രഷറും കുറയും അല്ലേ? ആ വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ആ സ്ട്രീമിൻ്റെ ഫ്ലോ എന്ത് ചെയ്യും? കുറയും. ആസ് വാട്ടർ ലെവൽ ഡിക്രീസസ് ദ സ്ട്രീം ഓൾസോ സ്ലോസ്. പ്രഷർ ഇൻക്രീസസ് ആസ് എ ഡെപ്ത് ഇൻ എ ലിക്വിഡ് ഇൻക്രീസസ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ആഴം കൂടുന്നതനുസരിച്ചിട്ട് എന്തുണ്ടാകും? പ്രഷറും ഇൻക്രീസ് ചെയ്യും. വാട്ട് ആർ ദ അതർ ഫാക്ടേഴ്സ് ദാറ്റ് ലിക്വിഡ് പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ? ഇനി മറ്റെന്തെല്ലാം ഘടകങ്ങളാണ് ലിക്വിഡ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അറ്റാച്ച് എ സിറിഞ്ച് ഓൺ എ ബോർഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. Attach one end of the IV set tube to the hub of the syringe. Attach the piston of the syringe to the bottom end of a pen barrel. Arrange it so that the pen barrel deflects when the piston moves. Now fix a thin stick to the top end of the pen barrel as a pointer. Attach the other end of the IV set to the plastic bottle. Fill the plastic bottle with water and place it at a high level than the syringe. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫിഗർ ഉണ്ടല്ലോ, താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ അതുപോലെ നമ്മൾ ബോട്ടിലും സിറിഞ്ചും IV സ്റ്റാൻഡൊക്കെ അറേഞ്ച് ചെയ്യുക. ഇനി എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. Raise the bottle. The force applied by the piston will change according to the pressure of the water. Now you can see the thin stick deflecting according to the force exerted in the piston. Right. Raise the bottle further. What do you observe? What is the reason? ഈ വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ചിട്ട് ആ പിസ്റ്റൺ കൊടുക്കുന്ന ഫോഴ്സ് വ്യത്യാസം ഉണ്ടാകും. അപ്പോഴാണ് ആ സ്റ്റിക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബോട്ടിൽ കുറച്ചുകൂടി മുകളിലേക്ക് ഉയർത്തി പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ആ സ്റ്റിക്ക് വീണ്ടും ഫാസ്റ്റായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് സോൾട്ട് സൊല്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ. വെള്ളത്തിന് പകരം നമ്മളത് സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് ലായനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വൈ ഡസ് ദ തിൻ സ്റ്റിക്ക് ഡിഫ്ലക്റ്റ് മോർ? ഇപ്പോൾ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ തിൻ സ്റ്റിക്ക് വേഗത്തിൽ ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം സോൾട്ട് വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ് ഡിഫ്ലക്ഷൻ കൂടുന്നത്. Water and saline water have different densities. Density of saline water is higher than that of water. That is why the piston moves more, causing greater deflection of the thin stick. അപ്പോൾ ആ തിൻ സ്റ്റിക്ക് കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഉപ്പുവെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ് വെള്ളത്തിനേക്കാട്ടിലും. സാധാരണ വെള്ളം ഒഴിക്കുമ്പോൾ ഉള്ള ആ ഡിഫ്ലക്ഷനേക്കാളും കൂടുതലായിരിക്കും ഉപ്പുവെള്ളം ഒഴിക്കുമ്പോൾ ഉള്ള ഡിഫ്ലക്ഷൻ. സോ അപ്പോൾ സെക്കൻഡ് ഫാക്ടർ എന്താണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന? സെക്കൻഡ് ഫാക്ടർ ഇസ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. The density of a liquid influences its pressure. If the density of a liquid increases, the pressure also increases. അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കൂടിയാൽ പ്രഷറും കൂടും. ഇനി നെക്സ്റ്റ് വൺ, let's list the factors affecting liquid pressure based on the experiments we have done. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ലിക്വിഡ് പ്രഷറിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. The instrument used to measure liquid pressure is called manometer. അപ്പോൾ മാനോമീറ്റർ ആണ് ലിക്വിഡ് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ നോക്കിയില്ലേ? ഇതിന് കൂടുതൽ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷനും കൂടി ഉണ്ട്. ലിക്വിഡ് പ്രഷർ ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ. ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ, നമുക്ക് ലിക്വിഡ് പ്രഷർ കിട്ടുന്നത്. മാനോമീറ്റർ ഉണ്ടാക്കാം. ഫിക്സ് എ പ്ലാസ്റ്റിക് ട്യൂബ് ഓൺ എ ബോർഡ് ഇൻ എ യു ഷേപ്പ്. Fill it with water. Connect a funnel to one end of the tube as shown in the figure. Make a diaphragm with a balloon on the mouth of the funnel. Attach a scale to the board. Now the manometer is ready. അപ്പോൾ മാനോമീറ്റർ റെഡി ആയിട്ടുണ്ട്. ആ ഫിഗറിലുള്ള പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. Apply slight pressure with your finger on the balloon. ഫണലിൻ്റെ വായവട്ടത്തിൽ കെട്ടിയിരിക്കുന്ന ബലൂണിൽ നമ്മൾ ഫിംഗർ കൊണ്ടൊരു പ്രഷർ കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ ലെവൽ എന്ത് ചെയ്യും? ഒന്ന് റേസ് ആകും. ഒരു സ്ഥലത്തുള്ള വാട്ടർ ലെവൽ ഡിക്രീസ് ആയി അപ്പുറത്തെ സ്ഥലത്ത് റേസ് ആകും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എത്ര പ്രഷറാണ് നമ്മൾ കൊടുത്തതെന്നുള്ളത് ആ മെഷർമെൻറ്റിന് നമുക്ക് മനസ്സിലാവും. അപ്ലൈ മോർ പ്രഷർ, യു ക്യാൻ സീ ദ ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽ ഓൾസോ. നൗ ടേക്ക് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഇൻ എ ബീക്കർ ആൻഡ് മെഷർ ദ പ്രഷർ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. റൈറ്റ് യുവർ ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ ബിലോ. ഒരു 3 ബീക്കറിൽ വാട്ടറും സലൈൻ വാട്ടറും
കെറസിനും എടുക്കുക. എന്നിട്ട് ഈ മാനോമീറ്റർ അതിൽ ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സൊല്യൂഷൻസിലുള്ള പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് മെഷർ ചെയ്യണമെന്ന് നോക്കാം. ഓൺ ദ സർഫസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സർഫസിൽ വെക്കുക. സർഫസിൽ വെക്കുമ്പോഴത്തേക്കും ഉള്ള പ്രഷർ എന്തായിരിക്കും, വാട്ടറിൽ ലോ ആയിരിക്കും. സലൈൻ വാട്ടർ ഇത്തിരി കൂടുതലായിരിക്കും, വാട്ടറിനെ കമ്പയർ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ. ഇനി കെറസിനിലാണെങ്കിലോ കെറസിനിൽ വളരെ കുറവായിരിക്കും. മിഡ്വേ ദ ബീക്കർ, ഇനി നമ്മൾ ഈ ഫണലിനെ എന്ത് ചെയ്യണം, മിഡ്വേ ബീക്കറിൻ്റെ പകുതിയിൽ കൊണ്ടുവന്ന് വെക്കുക. ഇപ്പോൾ വെള്ളത്തിൻ്റെ അവിടെ പകുതിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക, ലോ ആയിരിക്കും. സർഫസിനെക്കാട്ടിലും ഇച്ചിരി കൂടുതലുണ്ടാകും, പക്ഷെ കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. സ്ലൈറ്റ്ലി ഹൈ ആയിരിക്കും സലൈൻ വാട്ടറിൽ. കെറസിനിൽ കുറച്ച് കൂടുതലുണ്ടാകും, പക്ഷെ വെള്ളത്തിനെക്കാട്ടിലും കുറവായിരിക്കും. അറ്റ് ദ ബോട്ടം ഓഫ് ദി ബീക്കറിൻ്റെ ഏറ്റവും അടിയിൽ വെച്ചാലോ വാട്ടറിൽ കൂടുതലുണ്ടാകും, സലൈൻ വാട്ടറിലും കൂടുതലുണ്ടാകും, കെറസിനിൽ കുറച്ച് കൂടുതലുണ്ടാകും, പക്ഷെ വെള്ളത്തിനെക്കാട്ടിലും കുറവായിരിക്കും കമ്പയർ ചെയ്താൽ. ഇവർ 3 പേരിൽ നോക്കിയാൽ സലൈൻ വാട്ടറിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത്. എന്തുകൊണ്ടാണ് സലൈൻ വാട്ടറിൽ പ്രഷർ കൂടുതൽ? സലൈൻ വാട്ടർ ഡെൻസിറ്റി കൂടുതലാണ്, കട്ടി കൂടുതലാണ് സലൈൻ വാട്ടറിന്. അതുകൊണ്ട് ഇൻ വിച്ച് പൊസിഷൻ ഈസ് ദ പ്രഷർ ഹയസ്റ്റ്, കൂടുതൽ പ്രഷർ എവിടെയായിരിക്കും, ബോട്ടത്തിലായിരിക്കും. വിച്ച് ലിക്വിഡ് എക്സേർട്ട് ഹയസ്റ്റ് പ്രഷർ, സലൈൻ വാട്ടറാണ് കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യുക. ഇനി ലെറ്റ് us try another activity. Fill a deep vessel with water, dip a straw into the water and blow gently. ഇനി ഒരു ബീക്കറിൽ വെള്ളം എടുക്കുക, അതിലേക്ക് നമ്മൾ ഊതി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ബബിൾസ് വരും അല്ലേ. ഈ ബബിൾസിന് എന്ത് പറ്റും, ഇത് മേളിലേക്ക് ഉയർന്നു വരും ഈ ബബിൾസ്. വാട്ട് ഡു ദ ബബിൾസ് കം അപ്പ്? യെസ്, ബബിൾസ് ഇപ്പോൾ മേളിലേക്ക് ഉയർന്നു വരും. വാട്ട് ഹാപ്പൻ ടു ദെയർ സൈസ് വെൻ ദേ റീച്ച് ദ സർഫസ്? അവർ സർഫസിലെത്തുമ്പോൾ അവരുടെ സൈസിന് എന്ത് പറ്റും, അത് സൈസസ് ബിഗ് ആകും, എന്നിട്ട് എന്ത് ചെയ്യും, ബേസ്റ്റ് ആയി പോകും അല്ലേ. എക്സ്പ്ലെയിൻ വൈ ഡാംസ് ആർ ബിൽഡ് വിത്ത് വൈഡർ ബേസ്. ക്യാൻ യു തിങ്ക് ഓഫ് മോർ സിറ്റുവേഷൻസ് ഇൻ ഡെയിലി ലൈഫ് വെയർ ലിക്വിഡ് പ്രഷർ ഇസ് എക്സ്പീരിയൻസ്ഡ്? അപ്പോൾ ഈ ബീക്കറിലെ വെള്ളം നമ്മൾ ഊതി കഴിയുമ്പോൾ അത് എന്തുകൊണ്ടാണ് മേളിലേക്ക് വരുന്നത്? ആ ബബിളിൽ ഈ സറൗണ്ടിങ്ങിലുള്ള വെള്ളം എന്ത് ചെയ്യും, പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുക്കുമ്പോൾ ആ പ്രഷർ അനുസരിച്ചിട്ട് ഈ ബബിള് വലുതായി ബബിളിൻ്റെ ഉള്ളിലുള്ള എയർ എക്സ്പാൻഡ് ചെയ്ത് എന്ത് ചെയ്യും, മേലേക്ക് വരും. മേലെ വന്നു കഴിഞ്ഞിട്ട് ഇതിന് നിൽക്കാൻ പറ്റില്ല, പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ പൊട്ടിപ്പോകും. ഓക്കെ, എക്സ്പ്ലെയിൻ വൈ ഡാംസ് ആർ ബിൽഡ് വൈഡർ ബേസ്. അപ്പോൾ ദ ബോട്ടം ഓഫ് ദ ഡാം ഫേസസ് സ്ട്രോങ് വാട്ടർ പ്രഷർ. താഴെയുള്ള ഭാഗത്തിൽ വാട്ടർ പ്രഷർ കൂടുതലായിരിക്കും, കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. വൈഡ് ബേസ് പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ടു റെസിസ്റ്റ് പ്രഷർ. ഇപ്പം വലിയ ബേസ് എന്ത് ചെയ്യും, പുറമേ നിന്നുള്ള ആ ഒരു വെള്ളത്തിൻ്റെ പ്രഷർ എന്ന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രെങ്ത്തും ഉണ്ടാവും, സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇല്ലെന്നാണെങ്കിൽ ക്രാക്സ് വീഴും, ഡാം പൊട്ടിപ്പോവും. ഇനി ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഷവർ, ടാപ്പ്, സ്വിമ്മിങ് അണ്ടർ വാട്ടർ, സിറിഞ്ച്, വാട്ടർഫോൾസ്, കാർ വാഷർ, ജെറ്റ്. ഇതെല്ലാമാണ് ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ ലിക്വിഡ് പ്രഷർ നമ്മൾ എക്സേർട്ട് ചെയ്യുന്നത്. ഇനി ഗ്യാസ് പ്രഷർ. Next one is gas pressure. Just like solid and liquids, gases also have ability to exert pressure. അപ്പോൾ ഗ്യാസസിനും pressure exert ചെയ്യാൻ സാധിക്കും. As we know, pressure is measured when air is filled into vehicle tires. നമുക്കറിയാം നമ്മുടെ കാറുകളിലും ബൈക്കുകളിലും നമ്മൾ എന്ത് നോക്കാറുണ്ട്, എയർ ഉണ്ടോ എന്ന് നോക്കാറുണ്ട് ഇല്ലേ, എയർ മെഷർ ചെയ്യാറുണ്ട്. അപ്പോൾ pressure is the force exerted by the particle of a gas on unit area of a surface. This is due to the collision of gas particles. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗ്യാസിനുള്ളിലുള്ള പാർട്ടിക്കിൾസ്, ആ വായുവിലുള്ള പാർട്ടിക്കിൾസ് എക്സേർട്ട് ചെയ്യുന്നൊരു പ്രഷറാണ്. അത് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, തമ്മിൽ കൂട്ടിമുട്ടും. ഇവർ കൂട്ടിമുട്ടി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ഫോഴ്സാണ് ഗ്യാസിൻ്റെ പ്രഷർ. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. The force exerted by a gas normally on a unit area is gas pressure. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗ്യാസ് പ്രഷർ? ഗ്യാസ് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സഹായിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഇൻഫ്ലേറ്റ് എ ബലൂൺ അറ്റ് ഇറ്റ്സ് മാക്സിമം. വാട്ട് ഹാപ്പൻസ് വെൻ ദ ബലൂൺ ഈസ് ഇൻഫ്ലേറ്റഡ് ഫർദർ? ഒരു ബലൂൺ എടുത്ത് വീർപ്പിക്കുക. എന്ത് സംഭവിക്കും? ഈ ബലൂൺ നമ്മൾ കൂടുതൽ വീർപ്പിക്കും തോറും സംഭവിക്കും, അവസാനം ഇത് പൊട്ടിപ്പോകും അല്ലേ. ബലൂൺ എന്തുകൊണ്ടാണ് പൊട്ടിപ്പോകുന്നത്? ബലൂൺ ബേസ്റ്റ് ആസ് ഇറ്റ് ഫെയിൽ ടു വിത്ത്സ്റ്റാൻഡ് ദ പ്രഷർ ഇൻസൈഡ്. ആ നമ്മൾ ഊതിക്കയറ്റുന്ന എയറിൻ്റെ പ്രഷർ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അതൊന്നും തടയാൻ പറ്റാത്തതുകൊണ്ടാണ് അത് പൊട്ടിപ്പോകുന്നത്. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് ഇൻ ഫിഗർ 3.16 വെൻ മോർ എയർ ഇസ് ഫിൽഡ്. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദിസ്? അപ്പോൾ നമുക്ക് 3.16 2 ബലൂൺസ് എടുത്ത് തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ചെറിയ ബലൂൺ, ഒരെണ്ണം വലിയ ബലൂണുമാണ്.
ആ ചെറിയ ബലൂണിനകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, വലിയ ബലൂണിൽ എന്ത് സംഭവിക്കും? വലിയ ബലൂണിൽ എന്താണ്, ഈ ഗ്യാസിനെ നമ്മൾ ഉള്ളിൽ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കൊളൈഡ് ചെയ്യും, ഇടിക്കും. നമ്മൾ ഓൾറെഡി ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുണ്ട്. ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് അല്ല, എല്ലാം ലൂസ്ലി പാക്ഡ് ആണ് അല്ലേ. Gas pressure depends on the number of particles. As the number of particles increases, gas pressure also increases. ഇപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എല്ലാം കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ പ്രഷറും ഇൻക്രീസ് ചെയ്യും. Fill the same quantity of air in 2 balloons of different size. Now, the number of gas particles in both the balloons are equal, right? Which of the balloon has more pressure inside? What can be inferred from this? ഇപ്പോൾ 2 ബലൂൺ എടുക്കുക, ഒരു ബലൂൺ വലുതും ഒരെണ്ണം ചെറുതും, രണ്ടിലും ഗ്യാസ് നിറക്കുക. ഈ ഒരേ അളവിൽ ഗ്യാസ് നിറക്കുക. ഇപ്പോൾ ചെറിയ ബലൂണിൽ നിറച്ചിരിക്കുന്ന ഗ്യാസിൻ്റെ അളവും വലിയ ബലൂണിലെ അളവും സെയിം ആയിരിക്കും. ചെറിയ ബലൂണിൽ ഗ്യാസിൻ്റെ ഗ്യാസ് നിറച്ചിരിക്കുന്നതിൻ്റെ അളവ് തുല്യമാണെങ്കിൽ പോലും ചെറിയ ബലൂണിൽ ആ പ്രഷർ കൂടുതലായിരിക്കും, പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. വലിയ ബലൂണിൽ ഗ്യാസ് ഇനിയും കയറ്റാനുള്ള സ്ഥലമുണ്ട്, അവർക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ പൊട്ടലിൻ്റെ സാധ്യത കുറവായിരിക്കും. ഗ്യാസ് പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് വോളിയം. അപ്പോൾ വോളിയം ഉൾക്കൊള്ളുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കപ്പാസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഗ്യാസ് പ്രഷർ. Leave an inflated balloon in the sunlight. What do you observe? What is the change in the pressure when the air inside it is heated up? അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ബലൂണിനെ എടുത്തിട്ട് വെയിലിൽ വെക്കുക. വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എയർ ഹീറ്റഡ് അപ്പ് ആയിക്കഴിഞ്ഞാൽ എയർ പാർട്ടിക്കിൾസ് മൂവ്മെൻറ്റ് കൂടും. അവർ ലൂസ്ലി പാക്ഡ് ആണ്, അവർക്ക് എപ്പോഴും ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവരുടെ ആ മൂവ്മെൻറ്റ്സ് കൂടും. മൂവ്മെൻറ്റ്സ് കൂടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? എയർ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓടിക്കളിക്കുക, അവർ മൂവ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. മൂവ്മെൻറ്റ് കൂടുമ്പോൾ ഇവർക്ക് ഓടാൻ സ്ഥലമില്ലാതെയാകും ബലൂണിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി വോളിയം എന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് ടെമ്പറേച്ചർ, ഗ്യാസ് പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ടെമ്പറേച്ചർ. അപ്പോൾ ചൂട് കൂടുമ്പോൾ എയർ പാർട്ടിക്കിൾസിന് മൂവ്മെൻറ്റ് കൂടുമ്പോൾ അതിന് പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, പൊട്ടിപ്പോവും. When we cook food in a pressure cooker, the pressure inside increases as the temperature increases. അപ്പോൾ ഇനി നമ്മളൊരു പ്രഷർ കുക്കറിൽ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? പ്രഷർ കുക്കറിൽ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ചൂട് കൂടുന്നതനുസരിച്ചിട്ട് ആ കുക്കറിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ആ പ്രഷറിന് പുറത്തേക്ക് പോകാൻ സ്ഥലമില്ലാതെയാകും. അപ്പോഴാണ് ആ നേരെ ഒരു വാൽവിൽ കൂടി ആ വായു പുറത്തേക്ക് വരുന്നത്, പ്രഷർ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് വിസിലടിക്കുന്നത്. ഓക്കെ, now list the factors influencing gas pressure, number of particles, volume, temperature. ഇതെല്ലാമാണ് ഫാക്ടേഴ്സ്. Atmospheric pressure ആണ് നെക്സ്റ്റ്. The atmosphere is a blanket of air surrounding the earth. Density of air decreases as we go higher. ഇപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നമ്മൾ മുകളിലേക്ക് പോകുന്തോറും എയറിൻ്റെ ഡെൻസിറ്റി, സാന്ദ്രത കുറഞ്ഞുകൊണ്ടിരിക്കും. Place a scale on the table as shown in the figure. Drop an ice cream ball on the scale from a small height. Doesn't the scale fall? Place an A4 sheet paper on the scale. Drop the ball again from the same height. Now the scale does not fall down. Why? It is because of the weight of the air above the paper. The atmospheric pressure counteracts the force exerted by the ball. അപ്പോൾ ഒരു സ്കെയിൽ വെക്കുക, അതിൻ്റെ മേലേക്ക് ബോൾ എറിയുക, സ്കെയിൽ താഴെ വീഴും. ആ സ്കെയിലിൻ്റെ മേലെ ഒരു പേപ്പർ വെക്കുക, എന്നിട്ട് ബോൾ എറിയുക, അപ്പോൾ താഴെ വീഴില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആ പേപ്പറിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് താഴെ വീഴാത്തത്. അറ്റ്മോസ്ഫിയറിക് എയർ എക്സേർട്ട് പ്രഷർ ഓൺ ദി ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ അറ്റ്മോസ്ഫിയറിക് എയർ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രം ദ അബവ് ആക്ടിവിറ്റി വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ദ വെയിറ്റ് ഓഫ് ദി എയർ കോളം പെർ യൂണിറ്റ് ഏരിയ ഓൺ ദ എർത്ത്സ് സർഫസ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദ യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് ബാർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്നത് ബാറിലാണ്. ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ദ സെയിം എവ്രിവെയർ ഓൺ ദി എർത്ത്. ഭൂമിയിൽ എല്ലാ സ്ഥലത്തും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒരുപോലെയാണോ? Observe the figure. Which book will experience the highest pressure? Why? ഇനി ഈ കൊടുത്തിരിക്കുന്ന ബുക്കിനകത്ത് ഏറ്റവും കൂടുതൽ പ്രഷർ ഏത് ബുക്കിലായിരിക്കും? ഏറ്റവും താഴെയുള്ള ബുക്കിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത്. മേലേക്ക് പോകുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞുകൊണ്ടിരിക്കും. സിമിലർലി വി നോ ദാറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് ദ വെയിറ്റ് ഓഫ് ദി എയർ കോളം എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ഏരിയ. സോ വാട്ട് ഈസ് ദ ചേഞ്ച് ദാറ്റ് occurs in atmospheric pressure at altitude increases? Note your inference. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് എന്ത് പറ്റും? മുകളിലേക്ക് പോകുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം.
Atmospheric pressure at the sea level is known as the standard atmospheric pressure. Atmospheric pressure decreases as height from the earth's surface increases. ഭൂമിയിൽ നിന്നുള്ള ഉയരം കൂടുന്നതനുസരിച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അപ്പോൾ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വെയിറ്റ് ഓഫ് എ മെർക്കുറി കോളം ദാറ്റ് ഈസ് 0.76 meter high with a unit cross sectional area exerting a pressure of 1 atom. The instrument used to measure atmospheric pressure is the barometer. Barometer ആണ് atmospheric pressure മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഡു യു നോ ഹൗ സ്ട്രോങ് atmospheric pressure is? atmospheric pressure എത്ര സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ടേക്ക് എൻ അലൂമിനിയം ക്യാൻ ആൻഡ് ഫിൽ ഇറ്റ് വിത്ത് ഹോട്ട് വാട്ടർ. ഒരു അലൂമിനിയം ക്യാൻ എടുക്കുക, ചൂടുവെള്ളം നിറയ്ക്കുക, pour out the hot water and immediately seal the can. അത് ഒഴിച്ച് കളയുക, വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് അപ്പം തന്നെ ക്യാൻ പൂട്ടുക. ഇമേഴ്സ് ദ ക്യാൻ ഇൻ കോൾഡ് വാട്ടർ. തണുത്ത വെള്ളത്തിൽ മുക്കുക. വാട്ട് ഡു യു ഒബ്സർവ്? ആ ക്യാന് ചളങ്ങിപ്പോകും. When the can cools down, the pressure inside the can decreases. That external atmospheric pressure is strong enough to crush the can. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും? ആ ക്യാനിനെ ക്രഷ് ചെയ്യും. അങ്ങനെയാണ് ആ ചുളിവുകൾ വരുന്നത്. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓൺ ദ ടേബിൾ ഓഫ് ഏരിയ 1 meter square. ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് 101325 പാസ്കൽ. അപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ പ്രഷർ 1 PA ആണ് ഇൻറ്റു 1 meter square. 1 PA എന്ന് പറഞ്ഞാൽ 101325 പാസ്കലാണ്. അത് ഇൻറ്റു 1 meter square ചെയ്യുമ്പോൾ ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. This is equivalent to the weight of an object with a mass of 10339 kg. അപ്പോൾ ഇത്രയും വെയിറ്റ് ഉള്ളൊരു ഒരു ഒബ്ജക്റ്റിൻ്റെ മാസിന് തുല്യമായിട്ടുള്ളൊരു പ്രഷറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇഫ് സച്ച് എ ലാർജ് ഫോഴ്സ് ഇസ് എക്സൈറ്റഡ് ഓൺ എ ടേബിൾ, വൈ ഡസൻറ്റ് ഇറ്റ് കൊളാപ്സ്? അപ്പോൾ എന്തുകൊണ്ടാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒരു മേശയിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എക്സൈറ്റ് ആകുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അത് പൊട്ടിപ്പോകാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഇൻ 1654 ഓട്ടോ വാൻ ജുർക്കി join two copper Magdeburg hemispheres together to form a hollow sphere with a diameter of 35.5 centimeter, that is 14 inches. The air was pumped out of the sphere. Two teams of horses tried to pull them apart but failed to separate the hemispheres. Incredible force of atmospheric pressure was first demonstrated. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഫോഴ്സ് എത്രത്തോളം ഉണ്ടെന്ന് ആദ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് അങ്ങനെയാണ്. ഗ്യാസ് പ്രഷർ ഈസ് എക്സൈറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻ സിമിലർ ടു ദാറ്റ് ഓഫ് ലിക്വിഡ്. ഇപ്പോൾ ലിക്വിഡിനെ പോലെ തന്നെ ഗ്യാസ് പ്രഷറും എല്ലാ ഡയറക്ഷനിലും എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെൻറ്റ്. ഫിൽ എ ഗ്ലാസ് വിത്ത് വാട്ടർ ആൻഡ് കവർ ഇറ്റ് വിത്ത് എ കാർഡ്ബോർഡ്. ഹോൾഡ് ദ കാർഡ്ബോർഡ് വിത്ത് യുവർ ഹാൻഡ് ആൻഡ് ടേൺ ദ ഗ്ലാസ് അപ്സൈഡ് ഡൗൺ. റിമൂവ് യുവർ ഹാൻഡ് സ്ലോലി. Does the water fall? The force due to the atmospheric pressure can hold the entire weight of the water in the glass. The equilibrium of pressure between gas and liquids is common phenomena occurring in nature. അപ്പോൾ ഇനി അടുത്ത എക്സ്പെരിമെൻറ്റിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, നിറയെ വെള്ളം എടുക്കുക, മേലെ ഒരു പേപ്പർ വെക്കുക, എന്നിട്ട് ഈ ഗ്ലാസ്സിന് അങ്ങനെ തന്നെ കമഴ്ത്തുക, വിരൽ പിടിച്ചിട്ട് കമഴ്ത്തുക, വിരലെടുത്ത് മാറ്റുക, പേപ്പർ താഴെ വീഴില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ താഴെ നിന്നുള്ളൊരു പുള്ള് ഉണ്ടാകും. അത് കഴിഞ്ഞ് കുറച്ച് സമയം വരെ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ നമുക്ക് സാധിക്കും. പ്രഷർ balance. Let's do an activity. Pour water in a flat container. Place a lit candle in it. Cover the candle with a glass. What happens when the candle flames? ടു ദ ക്യാൻഡിൽ ഫ്ലെയിം. ക്യാൻഡിൽ ഫ്ലെയിമിന് എന്ത് പറ്റുന്നത്? ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ബീക്കറിൽ വെള്ളം എടുക്കുക, മെഴുകുതിരി കത്തിക്കുക, ഗ്ലാസ് കൊണ്ട് കമത്തി മൂടി വെക്കുക. എന്ത് സംഭവിക്കും? തിരി കെട്ടുപോകും. എന്തുകൊണ്ടാണത് കെട്ടുപോകുന്നതെന്ന് അറിയാമോ? ഈ ഗ്ലാസ് കമഴ്ത്തി വെക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഓക്സിജൻ മാത്രമാണ് ഈ തീ കത്താൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഓക്സിജൻ മുഴുവൻ തീർന്നു കഴിയുമ്പോൾ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ വാക്വം ആകും, എയർ ഉണ്ടാവില്ല. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമെല്ലാം കൂടി തള്ളിക്കയറും മുകളിലേക്ക്. വെള്ളം ഉള്ളിലേക്ക് തള്ളിക്കയറി കഴിയുമ്പോഴത്തേക്കും അത് രണ്ടും ബാലൻസ് ആകും. മനസ്സിലായി? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ വാട്ടർ ലെവൽ? വാട്ടർ ലെവലിൽ എന്താ ചേഞ്ച് വരുന്നത്? ഉള്ളിലുള്ള വാട്ടർ, പുറത്തുള്ള വാട്ടർ എല്ലാം ഉള്ളിലേക്ക് കയറും അല്ലേ? ഓക്സിജൻ ഈസ് യൂസ്ഡ് ടു ബേൺ. ഫ്ലെയിംസ് ഗോസ് ഔട്ട് വെൻ ഓക്സിജൻ ഈസ് ഫുള്ളി used. As flame dies out, the hot air
inside cool down, creating a low pressure inside the glass compared to outside. The outside air pressure is now greater and pushes water into the glass to balance the pressure difference. ഇതാണ് ഞാൻ അപ്പോഴേ എക്സ്പ്ലെയിൻ ചെയ്ത സംഭവം. The water level remains stable when the pressure inside the glass and the atmospheric pressure outside the glass are in equilibrium. ഇപ്പോൾ വാട്ടർ ലെവല് ഉള്ളിലേക്ക് കയറിയ വാട്ടർ അങ്ങനെ തന്നെ നിൽക്കും. ഉള്ളിലുള്ള അറ്റ്മോസ്ഫിയർ ഇൻസൈഡിലത്തെ പ്രഷറും ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആയതുകൊണ്ട് അതങ്ങനെ തന്നെ ആ വെള്ളം അങ്ങനെ തന്നെ നിൽക്കും. ഇനി അടുത്തൊരു എക്സ്പെരിമെൻറ്റ് വന്നിട്ടുണ്ട്. ജെൻറ്റ്ലി പുൾ ബാക്ക് ദ പിസ്റ്റൺ ഓഫ് എ സിറിഞ്ച് ആൻഡ് സീൽ ദ ഓപ്പണിംഗ് വിത്ത് യുവർ ഹാൻഡ്. ദെൻ പുൾ ദ പിസ്റ്റൺ ഓൾ ദ വേ ബാക്ക് ആൻഡ് റിലീസ്. വാട്ട് ഡു യു സീ? Why does the piston go back? Discuss the reason. We find hard to pull the piston back the position. May try to spring back when released. This is because a low pressure is created inside the syringe. Atmospheric pressure pushes against the piston. Vacuum is created. അതായത് നമ്മൾ ഈ പിസ്റ്റൺ വലിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. പിസ്റ്റൺ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ഉള്ളിലേക്ക് തന്നെ സ്പ്രിങ് പോലെ കയറിപ്പോകും വെൻ റിലീസ്ഡ്. ദിസ് ഇസ് ബിക്കോസ് ലോ പ്രഷർ ഇസ് ക്രിയേറ്റഡ് ഇൻസൈഡ് ദ സിറിഞ്ച്. സിറിഞ്ചിൻ്റെ ഉള്ളിലൊരു ലോ പ്രഷറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ കൈകൊണ്ട് മൂടി പിടിച്ചിട്ടുണ്ട്, ഉള്ളിലേക്ക് എയർ കയറാൻ സ്ഥലമില്ല. നമ്മളിങ്ങനെ വലിക്കുമ്പോൾ പിസ്റ്റൺ വലിക്കുമ്പോൾ എയർ കയറാൻ സ്ഥലമില്ല. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പുറത്തുള്ള പ്രഷറും ഈ സിറിഞ്ചിൻ്റെ ഉള്ളിലുള്ള പ്രഷറും സെയിം ആകുന്നതിന് വേണ്ടിയിട്ടാണ് പിസ്റ്റൺ വീണ്ടും പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോകുന്നത്. നമ്മൾ പിസ്റ്റൺ വലിച്ചു കഴിഞ്ഞാലും വീണ്ടും പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടാവില്ല. സിറിഞ്ചിൻ്റെ ഉള്ളിൽ ആ ഭാഗത്ത് ഇപ്പോൾ എയർ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു വാക്വമായിട്ട് മാറിയിട്ടുണ്ടാകും. റീഡ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ദം. Based on the atmospheric pressure, rubber sucker stick to smooth surface. Air is pushed out. Vacuum is created. Outside air pushes it onto the surface. അപ്പോൾ ഒരു റബ്ബർ സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു റബ്ബർ സക്കർ നമ്മളിങ്ങനെ എറിയുമ്പോഴത്തേക്കും ഒട്ടിപ്പിടിക്കാറില്ലേ, ഹാങ്ങറായിട്ടും അതല്ലെങ്കിൽ അക്വേറിയത്തിൻ്റെ ഉള്ളിലൊക്കെ റബ്ബറിൻ്റെ സക്കർ, അത് നമ്മളിങ്ങനെ എറിയുമ്പോൾ അത് എറിഞ്ഞ് വീഴുന്ന ആ സർഫസ് ഉണ്ടല്ലോ, അതിനുള്ളിലുള്ള ഭാഗത്തെ എയർ പോകും. എയറിനെ കളഞ്ഞിട്ട് അത് ഉള്ളിൽ വാക്വം ആയിരിക്കും, എയർ ഇല്ലാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് അത് സ്റ്റിക്ക് ആവുന്നത് സർഫസിൽ. ബാക്കിലുള്ള പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് എയർ ഉണ്ടാകുമല്ലോ, പുറത്തുള്ള അന്തരീക്ഷത്തിലുള്ള വായു, അത് ഈ ഒരു റബ്ബറിൻ്റെ ആ ഭാഗത്തേക്ക് പ്രഷർ കൊടുക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് അതവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. മൗണ്ടൻ ക്ലൈംബേഴ്സ് ഓഫൻ എക്സ്പീരിയൻസ് നോസ് ബ്ലീഡിങ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. എന്തുകൊണ്ടാണ് മൗണ്ടൻ ക്ലൈംബേഴ്സിന് നോസ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്? അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് എയർ പ്രഷർ ഡ്രോപ്സ്. ഉയരം കൂടുന്നതനുസരിച്ചിട്ട് ചായയുടെ ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞ പോലെ ഉയരം കൂടുന്നതനുസരിച്ചിട്ട് എയറിൻ്റെ പ്രഷർ കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ നമ്മുടെ ബ്ലഡ് വെസൽസ്, ടൈനി ആൻഡ് സോഫ്റ്റ് ബ്ലഡ് വെസൽസ് ബേസ്റ്റ് ആക്കാൻ സാധ്യതയുണ്ട്. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിഫറൻസ് മൂലം നമുക്ക് ബേസ്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ബ്ലീഡിങ് വരുന്നത്. ഹോൾസ് ആർ മെയ്ഡ് ഓൺ ദ ഇഞ്ചക്ഷൻ ബോട്ടിൽ വിത്ത് എ നീഡിൽ ഡ്യൂറിങ് എ ട്രിപ്പ് ഇഞ്ചക്ഷൻ. ഒരു ട്രിപ്പ് ഇഞ്ചക്ഷൻ ഇടുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നീഡിലവിടെ കുത്തി വെക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ഹോൾസിൽ കൂടി എയർ കയറാൻ വേണ്ടിയിട്ടാണ്. അവിടെ എയർ കയറാൻ ഹോൾ ഇല്ലെന്നാണെങ്കിൽ ആ എം ടി ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഡ്രിപ്പ് പോയി കഴിഞ്ഞ് എം ടി ആയിട്ടുള്ള ഭാഗത്ത് വാക്വമായി മാറും. അപ്പോൾ വാക്വം കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് വാക്വം കയറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എയർ കയറാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹോൾ ഇട്ട് വെക്കുന്നത്. അപ്പോൾ എയർ കയറുമ്പോഴത്തേക്കും ഫ്രീ ഫ്ലോ ഓഫ് മെഡിസിൻ ഉണ്ടാകും. പാസഞ്ചേഴ്സ് ട്രാവലിംഗ് അപ്പ് ഹിൽ ഇൻ വെഹിക്കിൾസ് ഓൺ എ ഗട്ട് റോഡ് എക്സ്പീരിയൻസ് ഇയർ പെയിൻ. ഇതെന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് എയർ പ്രഷർ കുറയും. നമ്മൾ മുകളിലേക്ക് കയറും തോറും എന്ത് സംഭവിക്കും? എയർ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ നമ്മുടെ ബോഡിയിലത്തെ പ്രഷർ കൂടും. അങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് വെസൽസ് നമുക്ക് വേദന എടുക്കുന്നതും ബ്ലീഡിങ് വരുന്നതും. ഇനി നെക്സ്റ്റ് ലെറ്റ്സ് അസസ് ആണ്. അതിനകത്തും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഹെവി വെഹിക്കിൾസ് ഹാവ് മോർ ടയർസ്. എന്തുകൊണ്ടാണ് വലിയ വെഹിക്കിൾസിന് കൂടുതൽ ടയർ? മോർ ടയർസ് ഇൻക്രീസസ് ദ ഏരിയ. പ്രഷർ വിൽ ബി ഈക്വലി ഡിവൈഡഡ് ഇൻ ടു ദ ഓൾ ടയർസ് ആൻഡ് സ്റ്റോപ്പ് ഫ്രം സിങ്കിങ് ഇൻ ടു സോഫ്റ്റ് ഗ്രൗണ്ട്. ഇപ്പോൾ കൂടുതൽ ടയർ ഉണ്ടെങ്കിൽ ആ ലോഡ് കയറിയ വെഹിക്കിളിൻ്റെ പ്രഷർ എല്ലാത്തിലേക്കും ഒരുപോലെ ആയിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ടാണ്. ഇനി സം പാസഞ്ചേഴ്സ് എക്സ്പീരിയൻസ് നോസ് ബ്ലീഡിങ് വെൻ എയർപ്ലെയിൻ ഫ്ലൈ അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇത് മറ്റേതിൻ്റെ സെയിം ആൻസർ തന്നെയാണ്. ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ പോകുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിൽ ആ ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് സോഫ്റ്റ് ടൈനി ബ്ലഡ് വെസൽസ് പൊട്ടുന്നത്. സൈസ് ഓഫ് ബബിൾസ് റൈസസ് ഫ്രം ദ ബോട്ടം ഓഫ് ആൻ അക്വേറിയം ഇൻക്രീസസ് ഗ്രാജുവലി. അറ്റ് ദ ബോട്ടം വാട്ടർ പ്രഷർ ഇസ് ഹൈ. വെൻ ബബിൾസ് rises, pressure gets lower and the air inside the bubble expands and become bigger. അപ്പോൾ ഈ ബബിൾസ് മുകളിലേക്ക് പോകുന്തോറും എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബബിൾസ് ബിഗ് ആകും. ഏറ്റവും മേലെ എത്തിക്കഴിയുമ്പോൾ അത് ബേസ്റ്റ് ആകും. ഓൾ ദ വെയിറ്റ് ഓഫ് ദ ഫൗണ്ടൻ ഓഫ് ബിൽഡിങ്സ് ആർ മെയ്ഡ് വൈഡ്. ഫൗണ്ടേഷൻ എന്തുകൊണ്ടാണ് വലുതായിട്ട് കിട്ടുന്നത്? ഓൾ ദ വെയിറ്റ് ഓഫ് ദ ബിൽഡിംഗ് വിൽ ബി പുഷ്ഡ് ടു ദ ഗ്രൗണ്ട് ഇൻ വൈഡർ ബേസ് വിത്ത് വെയിറ്റ് is സ്പ്രെഡ് ഓവർ എ ലാർജ് ഏരിയ ലീഡിങ് ലെസ് പ്രഷർ. എല്ലാ സ്ഥലത്തേക്കും ഈക്വലായിട്ട് വെയിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വലിയ ഒരു ഫൗണ്ടേഷൻ കിട്ടുന്നത്. ബിൽഡിംഗ് വിൽ ബി സ്റ്റേബിൾ ആൻഡ് സേഫ്. വിച്ച് ഓഫ് ദ ബോട്ടിൽ ഷോസ് ദ ഷേപ്പ് ഓഫ് റൈസിങ് ബബിൾസ് കറക്റ്റ്ലി. ഇതിൽ ഏത് ബോട്ടിലാണ് കറക്റ്റായിട്ടുള്ള ബബിള് കാണിച്ചിരിക്കുന്നത്? ABCDC ആണ്. അറ്റ് ദ ബോട്ടം വാട്ടർ പ്രഷർ ഈസ് ഹൈ വെൻ ബബിൾസ് റൈസസ് പ്രഷർ ഗെറ്റ്സ് ലോവർ ആൻഡ് ദ എയർ ഇൻസൈഡ് ദ ബബിൾ എക്സ്പാൻസ് ആൻഡ് ബിക്കം ബിഗ്. അത് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ ബിലോ വിച്ച് ഓഫ് ദ ജാർ കണ്ടെയ്ൻ സെയിം ലിക്വിഡ്. അപ്പോൾ ഈ 3 ജാറിലും സെയിം ലിക്വിഡാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം അളവാണോ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. സെയിം അളവിലുള്ള ലിക്വിഡ് ആണ് എങ്കിൽ, സെയിം അളവാണെങ്കിൽ ഈ ബിയിലത്തെ ജാറിൽ ലിക്വിഡിൻ്റെ അളവ് കൂടുതലായിരിക്കും കിടക്കുന്നത്. കാരണം അത് ചെറിയ ജാറാണ്. ജാറിൻ്റെ വോളിയം ചെറുതാണ്. വോളിയം ചെറുതായതുകൊണ്ട് അതിൻ്റെ ഹൈറ്റ് ലിക്വിഡിൻ്റെ ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ പ്രഷർ ഇച്ചിരി കൂടുതലായിരിക്കും. ഇനി എല്ലാ ജാറിലും ഒരേ ഹൈറ്റിലാണ് ലിക്വിഡ് എടുക്കുന്നതെങ്കിൽ എല്ലാ ജാറിലും ഒരുപോലത്തെ പ്രഷറായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, 3 ജാറിലും ഒരേ ഹൈറ്റിലാണ് ലിക്വിഡ് എടുക്കണമെങ്കിൽ 3 ജാറിലും പ്രഷർ സെയിം ആയിരിക്കും. 3 ജാറിലും സെയിം ക്വാണ്ടിറ്റിയിലാണ് ലിക്വിഡ് എടുക്കണമെങ്കിൽ നടുക്കിരിക്കുന്ന നാരോ ജാറിനകത്ത് പ്രഷർ കൂടുതലായിരിക്കും. കാരണം അതിന് ലിക്വിഡിൻ്റെ ഹൈറ്റ് കൂടുതലായിരിക്കും. ലിക്വിഡിൻ്റെ അത് ചെറിയ ജാറല്ലേ, അപ്പോൾ ലിക്വിഡിൻ്റെ ഹൈറ്റ് കൂടുതലായിരിക്കും. ഹൈറ്റ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റിയാണ് പ്രഷർ. അപ്പോൾ ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ. കുക്കിംഗ് ഈസ് ഫാസ്റ്റർ ഇൻ എ പ്രഷർ കുക്കർ ദാൻ എൻ ഓപ്പൺ വെസൽ. വൈ? പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ വേഗം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് കൂടും? പ്രഷർ കൂടും. ആ കുക്കറിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടും. ഈ പ്രഷർ ആ ഉള്ളിലുള്ള വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂട്ടും. അപ്പോൾ പെട്ടെന്ന് കുക്കിംഗ് നടക്കും. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.